ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. എവിടെ ഇനിയിപ്പോ ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ. അപ്പൊ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ആറാട്ടണ്ണനാണ്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. ഉണ്ടായിരുന്നല്ലോ, നിത്യ മേനോൻ, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, നസ്രിയ. അപ്പൊ ഇതിലൊക്കെ ആരോടായിരുന്നു കൂടുതൽ ക്രഷ് ഉണ്ടായിരുന്നത്? നിത്യ മേനോൻ. കൊറേ കാലം ഉണ്ടായിരുന്നു, 6 വർഷത്തോളം ഉണ്ടായിരുന്നു. നിത്യമേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ എന്നെ 30 നമ്പറിൽ നിന്ന് വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? എന്റെ ഭാഗത്തിനാണ് കുറച്ച് കൂടിപ്പോയി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഒരു ഒബ്സെഷനായി മാറിയത്. അത് എന്റെ ഭാഗത്ത് കൊടുത്തു. അവരുടെ ഫാദർ നല്ല മനുഷ്യനെ കൊണ്ടാണ് കേസ് ഉണ്ടാവാതെ. എന്നാലും എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ നമ്പർ വെച്ച് മിസ്യൂസ് ചെയ്തു. ഞാൻ ഇവിടെ മിസ്യൂസ് ചെയ്യുന്നത് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. നിത്യമയുടെ കേസിൽ കുറച്ച് വന്നിട്ടുണ്ട്. അനാർക്കലിന്റെ കേസിൽ തന്നെ അനാർക്കലി ഡീൽ ചെയ്ത പോലെ നിത്യമനെ ഡീൽ ചെയ്യാൻ മണ്ടനായി അഭിനയിക്കുന്നത് അണ്ണന്റെ റിസർച്ചിന്റെ ഭാഗമാണോ? എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഞാൻ യൂണിവേഴ്സൽ കാര്യം പറയാൻ താല്പര്യം. ഫിലോസഫി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അത് എപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സിനിമ പറയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരാള് ഓരോന്ന് കാണിക്കുമ്പോ എന്താ കാണിച്ചത്? മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യുന്നതല്ല. മീഡിയ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. ഹണി റോസിന്റെ ഡാഷ് നല്ല ഡാഷ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഇങ്ങനത്തെ കണ്ടൻസ് ആണ്, അഡൽട്ട് കണ്ടൻസ് ആണ്. ജനിച്ച പിള്ളേർക്ക് ലൈംഗികതാല്പര്യം ഇല്ല. കാരണം ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട്. പഴയ ജനറേഷൻ ആ പ്രശ്നമുണ്ട്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. മണ്ടനാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വേറെ കാര്യങ്ങൾ. നിന്റെ കേസ് തോമ അവധിക്ക് വെച്ചിരിക്കുന്നു. ശരി, അയാൾക്ക് പണം ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അയാൾക്ക് എന്റെ അത്ര ബുദ്ധിയില്ല. കണ്ടാലും തോന്നും. അത് പലരും പറയാറുണ്ട്. അങ്ങനെ തോന്നിയില്ല. വീഡിയോസ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ പോകുന്നു. ബൈ ബൈ.